നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പാട്ട് പാടിയപ്പോ. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി. എനിക്കിത് സന്തോഷമാണോ സങ്കടമാണോ ഈ പാട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ സന്തോഷമാണ്, അതിന്റെ തുടങ്ങുമ്പോൾ മിഴിയോരം നനയുകയോ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നല്ലോ ആയിരിക്കും. നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാൽ തീരത്തെത്തും. ഞാൻ പാടണമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാടിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സംഭവിക്കുന്ന എല്ലാം നല്ലതിനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? പാട്ട് കേട്ട് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ പാട്ട് പാടി കരഞ്ഞിട്ടില്ല. ശരിക്കും അങ്ങനെ ജാടില്ലാത്ത ആളാണോ? ജാട ഉണ്ടാവേണ്ട ആവശ്യമില്ല, അതിന് തക്ക ഉള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ആരോ പരിചയപ്പെടാൻ എന്തോ വന്നിരുന്നു, അപ്പൊ നമുക്ക് അവരെ അറിയത്തില്ലല്ലോ, അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ ചായ കുടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഇവൻ ഭയങ്കര ജാടയാണ്, ഇവൻ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ. ഇപ്പൊ നമ്മളെ ആൾക്കാരെ അറിയുന്നുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു ആളാകുമ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ ഒരു പ്രസന്റബിൾ ഫേസ് വെക്കണം എന്നുള്ളത് ഞാൻ ചിലപ്പം വിട്ടുപോകും. ചില പാട്ടുകൾ, ചില ശബ്ദങ്ങൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പാട്ടുകളും ശബ്ദങ്ങളും നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ സ്ഥാനം പിടിക്കും. റീസെൻ്റായി മലയാളി പ്രേക്ഷകർ അങ്ങനെ നെഞ്ചിലേറ്റിയ ഒരു പാട്ടുണ്ട്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമയിലെ കഥ തുടരുമെന്ന ഗാനം. ആ പാട്ടിന്റെ മാൻ എൻ്റെ മുന്നിലുണ്ട്, ഗോകുൽ ഗോപകുമാർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. താങ്ക് യു. ഞാൻ ഇന്ന് റൂമിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ എൻ്റെ റൂംമേറ്റ് പോലും ഈ പാട്ടിങ്ങനെ ലൂപ്പായി കേട്ടോണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയ ഒരു മാസം കഴിഞ്ഞു, അപ്പോൾ ഇപ്പോഴും ആളുകൾ ഈ പാട്ടിലിങ്ങനെ ലൂപ്പായി കേട്ടോണ്ടിരിക്കുക. എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനിത് പാടിയപ്പോഴും ഇത് ഇറങ്ങിയപ്പോഴും ആൾക്കാർ ഇങ്ങനെ അത് ഏറ്റെടുക്കും. എനിക്കൊരു ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു മൂവി, പിന്നെ ആ ടൈറ്റിൽ ട്രാക്കിൽ ലാലേട്ടൻ്റെ അത്രയും നല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ ഒരു മിനിമം ആൾക്കാർ കേൾക്കും എന്നറിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ പോകുന്തോറും ആൾക്കാർ ഇത് കൂടുതൽ കേട്ടിട്ട് ഒരു സ്ലോ ബേണിങ് പോലെ തരുൺ ചേട്ടൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ പാട്ട് ലിറിക്സ് വളരെ കുറവാണ്, അതായത് ചെറിയ ചെറിയ വേർഡ്സ് ആണ്, പക്ഷെ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ മലയാളി പ്രേക്ഷകരല്ലാതെ വേറൊരു പ്രേക്ഷകരാണ് ഈ പാട്ട് കേൾക്കുന്നത്. അവർ പാട്ട് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ലിറിക്സ് അറിയില്ല. അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഈ പാട്ടിനെ കുറിച്ച്? എനിക്ക് അത് വല്ലാത്ത ചോദ്യമാണല്ലോ. അത് എനിക്ക് തോന്നുന്നു അത് വിഷ്വൽസ് ഡെഫിനറ്റ്ലി കാണുമ്പം ഏകദേശം അവർക്ക് തന്നെ ഒരു വൈബ് കിട്ടും. പിന്നെ തന്നെയല്ല അതിൻ്റെ ഒരു മെലഡി കേട്ടിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷനാണ് പാട്ടുകളെ പറ്റി. ഇപ്പൊ ഒരാൾ പാട്ട് പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ അത് കേൾക്കുമ്പോൾ. ഗൂഗിളിന് എന്താണ് ഈ പാട്ട് കേട്ടിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനിൽ പറയാൻ തോന്നിയാൽ? സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പാട്ട് പാടിയപ്പോൾ. എനിക്കിത് സന്തോഷമാണോ സങ്കടമാണോ ഈ പാട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പാടിയ സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്ക് തന്നിരുന്നില്ല. അപ്പം ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ സന്തോഷമാണ്, അതിന്റെ തുടങ്ങുമ്പോൾ മിഴിയോരം നനയുകയോ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നല്ലോ ആയിരിക്കും. അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് വേറൊരു ഇമോഷൻ ആയിരുന്നോ? പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് പാടുന്നതെന്നും എവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു. ടൈറ്റിൽ ട്രാക്കാന്ന് അറിയായിരുന്നു, പക്ഷെ എന്തിനെ സംബന്ധിച്ചാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ആ ഇമോഷൻ മാറിയോ? ഇപ്പൊ മാറി. ഇപ്പൊ അതാണല്ലേ പാടിയതെന്ന്. സ്റ്റാർ സിംഗർ സീസൺ 9 ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് പാട്ടിലൂടെ മാത്രമല്ല സംസാരത്തിലൂടെ ആയാലും. അപ്പൊ ആ സ്റ്റാർ സിംഗർ എന്ന ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം ഗൂഗിളിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഗൂഗിളിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം? ഡെഫിനറ്റ്ലി സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ് നമുക്കിത് പാടാൻ പറ്റിയതും. ലൈക്ക് നമ്മള് ഇപ്പൊ കുറെ ടാലൻസ് ഉണ്ട്, അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ലൈക്ക് കുറെ മെസ്സേജസ് അവർക്ക് വരുന്നുണ്ടായിരിക്കും,
മെസ്സേജസ് അയച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ല, പിന്നെ ഞാൻ നേരത്തെ കുറെ പേർക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈയിടെ സ്റ്റാർ സിംഗറിന്റെ ഒക്കെ സമയത്ത് പോലും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ കുറച്ച് ആൾക്കാരെ അത് കാണാറുള്ളൂ. കണ്ടാലും അതിലും കുറച്ച് ആൾക്കാരെ അതിനെ റിപ്ലൈ തരാറുള്ളൂ. അപ്പം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എത്തിപ്പെടുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ലോകം അറിയും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഹിറ്റ് ആയേനെ, ചിലപ്പോൾ പാട്ട് ഇതുപോലെ തന്നെ ഹിറ്റ് ആയേനെ. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ എന്റെ ഫേസ് അത്രയും ഫെമിലിയർ ആവില്ല. അത് സ്റ്റാർ സിംഗറിൽ വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ വീണ്ടും തിരിച്ചു പോയി. അപ്പോ ചിത്ര ചേച്ചി ആയാലും അവിടെയുള്ള മറ്റ് ജഡ്ജസ് ആയാലും അവർക്ക് ഭയങ്കര പ്രൗഡാണ്. ഇവിടുന്ന് പോയൊരു കുട്ടി ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടോടെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും പേടിയാണ് അങ്ങോട്ട് പോവാൻ. അവിടെ ചെല്ലുമ്പോ തന്നെ ആ വെണ്ണല ആ സൈഡിലോട്ട് വളയുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാ. കാരണം നമ്മള് ശീലിച്ചിരുന്ന അങ്ങനെയാണല്ലോ, നമ്മുടെ റൗണ്ട്സ് അല്ലെങ്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാൻ ഗസ്റ്റ് ആയിട്ടാ വിളിച്ചെങ്കിൽ കൂടി ഞാനത് മറന്നിട്ട് വളർന്നിരിക്കുമ്പോ എന്റെ അച്ഛനമ്മ ഇവിടെ അയ്യോ നീ പേടിക്കണ്ട, പാടാൻ പോവല്ലോ എന്നുള്ള സാധനം. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെല്ലുമ്പോ തന്നെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ട്രീറ്റ്മെന്റ്. ഞാൻ എന്നിട്ട് മെയിൻ LED ബോളൊക്കെ തുറന്നു വരുന്നു. സാധാരണ നമ്മൾ വെറുതെ കയറി ചെല്ലും. അപ്പൊ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, ആ സ്റ്റേജിലേക്ക് എൻ്റർ ആയപ്പോ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്, പ്രൗഡാണ്. അത്രയും എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു അങ്ങോട്ട് കയറിയപ്പോ. പിന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ പാടിയപ്പോ ഒത്തിരി സന്തോഷമായി. അവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം അവരും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനും കുറെ തെറ്റുകളൊക്കെ പറഞ്ഞു തരാനോ. അപ്പം അതെല്ലാം ചെയ്ത് അവരുടെയും കൂടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇങ്ങനെ വന്നത്. ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഒരുപാട് സ്ഥലത്ത് പാടിയെന്ന് അറിയാം, പക്ഷെ ആസ് എ പ്രേക്ഷക ഒന്ന് ഒരാളെ കിട്ടുമ്പോ നമുക്ക് മുന്നിൽ ഒരു പാടാൻ ആഗ്രഹം. നനയുകയോ മനമെങ്ങോഴുകയോ. കഥ തുടരുമെന്ന് പറയുന്ന പോലെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണോ ആ സോങ്ങിന്? എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷേങ്കിൽ അവിടെ പറയുന്ന കഥ തുടരും. മനസ്സിലായി. എന്തോ ഒരു ബ്യൂട്ടിഫുൾനെസ് ആ ഒരു സോങ്ങിനുണ്ട്. ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ പോയറ്റിക് ആണ്. ഗൂഗിൾ എങ്ങനെയാ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇത് എന്താ കഥയുടെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇപ്പം ജേക്ക് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം അത് തന്നെയാണ്. ഇപ്പം യൂട്യൂബിൽ ഇറങ്ങിയപ്പോഴും ഹരിജിയും ഞാനും ഡ്യുവറ്റ് പോലെ അത് പാടിയിരിക്കുന്നത്. അപ്പൊ അതുണ്ട്, കഥയുടെ ഇതായിട്ടുണ്ട്. പിന്നെ തന്നെ മോഹൻലാൽ സാറിന്റെ കരിയർ ആയിട്ടും ഈ പാട്ടിനൊരു ബന്ധമുണ്ട്. അതായത് ഇനിയും അദ്ദേഹത്തിന്റെ കഥ തുടരും എന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പാടാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോസ്റ്റ്ലി അതിനെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ആ സിനിമ ആ ടൈറ്റിൽ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഫീലും, പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോൾ വേറൊരു ഫീലും ആണ് തോന്നുന്നത്. ഓക്കെ, ആണോ? അത് നിങ്ങളാണ് പറയണ്ടേ. സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഈ സിനിമയോ? ഈ സിനിമ കണ്ട് കരഞ്ഞൊന്നുമില്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഉള്ളില്. പിന്നെ ഈ പറയുന്ന പോലെ ഇമോഷണൽ ആക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിക്കരഞ്ഞൊന്നുമില്ല. പക്ഷെ അങ്ങനെ കുറെ പേര് കരയുന്നത് ഞാൻ കണ്ടു കേട്ടോ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ.